സ്റ്റാർ ഉണ്ടാക്കി നോക്കിയാലോ. എന്നിട്ട് ഇതുപോലെ രസമുണ്ടല്ലേ, എന്നാൽ കൂടെ പോരാ. ആദ്യം ഒരു A4 സൈസ് പേപ്പർ എടുത്ത് അതിനെ തൻ്റെ ഈ കാണുന്ന പോലെ ഒന്ന് മടക്കണം. ഇത് നമ്മുടെ ബോട്ടൊക്കെ ഇരിക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഷേപ്പ് മടക്കി വരുമ്പോൾ. നോക്കിക്കേ, കറക്റ്റ് അതുപോലെ അതിൻ്റെ ഒരു എഡ്ജും കറക്റ്റായിട്ട് നമുക്കതൊന്ന് മടക്കി എടുക്കണം. ഉണ്ട് അത്. എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്യുക. എന്നിട്ട് ആ ലെവൽ ചെയ്തിട്ട് നമുക്ക് വേണ്ട ആ ഒരു എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ടല്ലോ, ആ എക്സ്ട്രാ പോർഷൻ നമുക്ക് വേണ്ട നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവേ. അത് കട്ട് ചെയ്ത് നമുക്കത് മാറ്റിയിട്ടൊരു സ്ക്വയർ ഷേപ്പിൽ ഒരു പേപ്പറായിട്ട് കിട്ടും. ഇനി നമ്മുടെ താരം ആ സ്ക്വയർ പേപ്പറാണേ. ഇനി നമുക്ക് 4 എണ്ണം അങ്ങനെ കട്ട് ചെയ്യണം. നമുക്ക് 4 എണ്ണം ഇനി അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. എന്നിട്ട് അതിനെ മടക്കി 1 2 3 4 എണ്ണം ഉണ്ട് കേട്ടോ. 5ാമത് എനിക്ക് ഒരെണ്ണം കൂടെ വേണം. അത് നമുക്ക് ഓറഞ്ച് കളറിൽ നമുക്ക് എടുക്കാം. ഒരു വെറൈറ്റിക്ക് ഓറഞ്ച് ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് നടുക്ക് വന്ന് ഞാനൊരു ലൈൻ പോലെ നമ്മൾ മടക്കം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് ആ ലൈനിലും ടച്ച് ചെയ്ത് വേണം നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്യാൻ. ഇത് ഈ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് തൊട്ടപ്പുറത്തെ ഭാഗം ആ ഒരു ഫോൾഡ് ചെയ്യുന്നതിൻ്റെ മണ്ടയ്ക്കിരിക്കണം എന്നുള്ള രീതിയിൽ, അത് അതിൻ്റെ എഡ്ജ് കറക്റ്റാന്നുള്ള രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് അതുപോലെ ഒന്ന് ആക്കി എടുക്കണേ. അപ്പോൾ ഞാനിതെൻ്റെ ഇതും അതുപോലെ തന്നെ സെയിം ട്രൈ ചെയ്യാൻ പോണേ. അതിൻ്റെ ഒരു ലൈൻ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പശ തേക്കണം. ഈ പശ തേക്കുമ്പോൾ തേക്കുമ്പോൾ ആ ഒരു എഡ്ജ് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ സംഭവം പണിപ്പാടും. അപ്പോൾ ആ ഒരു എഡ്ജൊക്കെ കറക്റ്റായിട്ട് നോക്കണേ. എന്നിട്ട് ആ ഒരു സൈഡിൽ മാത്രം പശ അപ്ലൈ ചെയ്യാനും ഇപ്പുറത്തെ സൈഡിൽ അപ്ലൈ ചെയ്ത് കാര്യം അതിൻ്റെ ആ ഒരു ഇത് വരുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് സൂക്ഷിച്ച് അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാവേ. ഇപ്പോൾ നമുക്കിനി സെയിം എല്ലാത്തിനകത്തും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. ഇപ്പം ഞാൻ എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് ഒരു വര ഇടുവാണേ. ആ ഒരു വര ഇട്ടിട്ട് എൻ്റെ സൈഡിൽ കൂടെ ഇപ്പോൾ വരച്ചതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തെ സൈഡിലും കൂടെ ഞാൻ ഒന്ന് വരയ്ക്കണം. ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. അധികം മണ്ടയ്ക്ക് ആവരുത്, അധികം തലയാവരുത്. ഇതുപോലെ. എന്നിട്ട് നമുക്കിത് എല്ലാത്തിനകത്തും കൂടെ ഒന്ന് വരച്ചെടുക്കുകയാണേ. ഇനി നമുക്കിത് എല്ലാത്തിലൊന്ന് വരച്ചിട്ട് ഇത് കട്ട് ചെയ്യാവേ. അപ്പോൾ ഞാൻ നമുക്ക് അത് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എല്ലാം ഞാൻ വരച്ച് ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ വരച്ചതിന് മണ്ടയ്ക്കൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് കിട്ടണം. കാര്യം നമ്മളവിടെ വരയ്ക്കുന്നിടത്തും കട്ട് ചെയ്യുന്നിടത്തുമായിരിക്കും നമ്മുടെ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തതിനകത്ത് നടുക്ക് നമുക്ക് പോർഷൻ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാവേ. ഒരു ഫോൾഡ് കൊടുക്കുമ്പോൾ അതിന് മിഡിൽ നടുക്ക് വരണം. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ വരത്തില്ല, രണ്ട് സൈഡിലോട്ടും. അപ്പോൾ എൻ്റെത് 2 സൈഡിലോട്ട് പോയി അത് ഞാൻ റെഡിയാക്കി എടുത്ത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അന്നേരം നല്ല രസമായിട്ട് രണ്ടും പെർഫെക്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രസമായിട്ടിട്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനൊന്ന് കട്ട് ചെയ്ത് കളയാവേ. ഞാൻ ആ സെൻറ്റർ നോക്കി നമുക്ക് വേണ്ട അളവൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണേ. അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് നോക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഇതിങ്ങനൊരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് കണ്ടോ അതിൻ്റെ ആ 2 സൈഡ്. ഇനി ആ 2 സൈഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാവേ. ഞാൻ ആ ഒരു കറക്റ്റ് അളവൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുവാണേ. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കറക്റ്റ് അളവായിരിക്കണേ. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാം. ഒരു സൈഡ് നമ്മുടെ ക്ലീൻ ആയിട്ട് വേണം എപ്പോഴും ഫോൾഡ് ചെയ്യാൻ. കാര്യം മറ്റേ സൈഡ് നമുക്ക് എന്തായാലും വേണ്ട, വെട്ടിക്കളയണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാക്സിമം വൃത്തിക്ക് ചെയ്യാൻ നോക്കാം. എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡ് അങ്ങനെ ആക്കേണ്ട, നമുക്ക് ഒരു രീതി നോക്കിയിട്ടാണ് ഇത് ജമ്പം ചെയ്യാൻ. ഇനി എന്തുകൊണ്ട് ഞാൻ അപ്പുറത്തും ഈ സെയിം തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യുന്നുണ്ടേ. നമുക്ക് അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം നല്ല ക്ലീനിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കാര്യം ഒരു കോൺ പോലെ കിട്ടണമല്ലോ. സംഭവം എൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു കോണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ഇതുപോലെ ആക്കിയെടുക്കാവേ. ഈ ആക്കിയെടുത്തതും ഇതും തമ്മിൽ ഇത് വേണം, ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ സംഭവം ഒട്ടിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് ആ മണ്ടവശത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. കാര്യം നമുക്ക് ആവശ്യമില്ലല്ലോ. ഇതുണ്ട്, ഞാൻ അത് ജസ്റ്റ് ഒന്ന് നോക്കുവാനും ഏത് പോർഷനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്യാമെന്ന് മാറ്റാം. അതിന് ആ ഫുൾ പോർഷൻ കണ്ടിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്തോളാം, നമ്മൾ മടക്കി വെച്ചത്. ഇനി ഇതിങ്ങനെ നോക്കുമ്പോൾ നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാവേ. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ പശ ഒട്ടിച്ച് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ആ ഡ്യൂട്ടിയാണ് ഇനി നമുക്ക് ആകെയുള്ളൊരു ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡി. ഇപ്പം ഞാൻ ആ മണ്ടവശത്താണ് ഇപ്പോൾ ഞാൻ പശ തേച്ചിരിക്കുന്നത്.
ഇനി മറ്റേതും കൂടെ എടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഒട്ടിക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് തന്നെ കുലിച്ചൊട്ടിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ ആ സംഭവം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇതൊന്ന് അടിപൊളി സ്റ്റാർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റാർ നമുക്ക് കണ്ട് എവിടെയെങ്കിലൊക്കെ തൂക്കിയൊക്കെ ഇടാം കേട്ടോ. നല്ല രസമുണ്ടാവും. കണ്ട ഞാനിപ്പോൾ തൂക്കുന്നുണ്ടില്ലേ, അതുപോലെ എവിടെയെങ്കിലും തൂക്കിയിടാം. ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലേ, അവിടെയൊക്കെ കൊണ്ട് തൂക്കിയിടാവേ. അപ്പോൾ ഞാനിവിടെ ക്രിസ്മസ് ട്രീയുടെ മണ്ടയ്ക്ക് ഒരു ചെറിയൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട്. ആ സ്റ്റാറിന് പകരം നമുക്ക് ആ സ്റ്റാർ മാറ്റിയിട്ടാണ്ട് ഈ സ്റ്റാറിന് വെച്ച് നോക്ക്, നല്ല രസമുണ്ടാകും. അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ നല്ല നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എൻ്റെ മറ്റേ സ്റ്റാർ ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം നമുക്കിത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് എവിടെയെങ്കിലും തൂക്കിയിടാം. 1 2 3 ഞാൻ ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാർ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഫെയറി ലൈറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഫെയറി ലൈറ്റ്സ് നിങ്ങൾ കടകളിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഓൺലൈനിൽ അതിൻ്റെ ഡെലിവറി ചാർജ് 100 രൂപ വരും. അല്ലാത്ത കടകളിൽ നിന്ന് 10 രൂപയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സ്റ്റാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും. ബൈ ബൈ.